ഓണത്തിന് സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും ഒന്ന് മാറ്റി പിടിച്ച് നോക്കൂ, രുചി വേറെ ലെവൽ തന്നെയാവും. അപ്പോൾ അതിന് തന്നെ ഞാൻ കുക്കറിലേക്ക് മത്തന് തോലി കളഞ്ഞ് മുറിച്ചെടുത്തതും അതുപോലെ കടലപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരക്കപ്പ് കടലപ്പരിപ്പ് ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണിത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ശർക്കരയിലേക്ക് 1 അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും ഒന്ന് ഉരുക്കിയെടുത്തിട്ട് അരിച്ചിട്ട് അവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ മത്തനും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി മത്തനൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. പരിപ്പ് ചെറുതായിട്ട് ഉടച്ചെടുത്താൽ മതി കേട്ടോ. പരിപ്പിൻ്റെ ആ ഒരു ചെറിയ ചെറിയ പീസൊക്കെ വേണം കടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാനോ ഉരുളിയോ എന്തെങ്കിലും സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഈ ഒരു നെയ്യിലിട്ടിട്ട്. എന്നിട്ട് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി തിളപ്പിച്ച് ഒന്ന് കുറുകി കഴിഞ്ഞാൽ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. പിന്നെ നമ്മൾ തേങ്ങയുടെ 1ാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കിസ്മിസും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കടലപ്പരിപ്പ് മത്തങ്ങ പായസം റെഡിയായി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.